بسم الله الرحمن الرحيم قالوا ربنا أمتنا اثنتين وأحييتنا اثنتين فاعترفنا بذنوبنا فهل إلى خروج من سبيل ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله العلي الكبير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1624 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 10 മുതൽ 12 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ യുനാദൂന ലമഖ്തുല്ലാഹി അക്ബറു മിൻ മഖ്തികും അൻഫുസകും ഇദ് തുദഊന ഇലൽ ഈമാനി ഫതക്ഫുറൂൻ. قالوا ربنا أمتنا اثنتين وأحييتنا اثنتين فاعترفنا بذنوبنا فهل إلى خروج من سبيل ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله العلي الكبير. صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 10 മുതൽ 12 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. സത്യവിശ്വാസികളെ വളരെയേറെ ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ വിശേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ആദ്യഘട്ടത്തിൽ വളരെയേറെ തിരിച്ചടികളും ആക്ഷേപങ്ങളും വിമർശനവും വെല്ലുവിളികളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ആദ്യ തലമുറയിലെ സത്യവിശ്വാസികൾ അവരെ ആശ്വസിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വിവരണമാണ് സൂറത്ത് ഗാഫിറിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠനവിധേയമാക്കിയ ആയത്തുകളിൽ നമ്മൾ കാണുകയുണ്ടായത്. അള്ളാഹുവിന്റെ ദൈവിക സിംഹാസനം വഹിക്കുന്നവരും അവരുടെ അല്ലെങ്കിൽ ആ ദൈവിക സിംഹാസനത്തിന്റെ ചുറ്റുമായുള്ളവരും നിരന്തരമായി അള്ളാഹുവിനുള്ള തസ്ബീഹ് തഹ്മീദുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർ അള്ളാഹുവിന് പൂർണ്ണമായി ബോധ്യമുള്ളവരാണ്. അവര് സത്യവിശ്വാസ മാർഗം അവലംബിച്ച ആളുകൾക്കായിട്ട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സകല സംഗതികളെയും കാരുണ്യവും അറിവും കാരുണ്യവും ജ്ഞാനവും കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന അള്ളാഹുവിനോടായിട്ട് അവര് വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയും അവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് അവർക്ക് നിത്യതയുടെ സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശനം അനുവദിക്കാനും അള്ളാഹു അവർക്കായി വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലങ്ങൾക്ക് അവരെ അർഹരാക്കാനും അവരോടൊപ്പം സുഹൃതം ചെയ്ത അവരുടെ പിതാക്കന്മാരും പത്നിമാരും അല്ലെങ്കിൽ ഇണകളും സന്താനങ്ങളും അവരെയും കൂടി ആ സൗഭാഗ്യങ്ങളിലേക്ക് എത്തിക്കുവാനും ഒക്കെയാണ് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്.
അവരെ യാതൊരു വിധത്തിലുള്ള ദോഷവും സയ്യിആത്തും ബാധിക്കാതെ കാത്തു സംരക്ഷിക്കുവാനും സയ്യിആത്തുകളെ തൊട്ട് അള്ളാഹു ആർക്കാണോ കാവല് നൽകിയിട്ടുള്ളത്, സംരക്ഷണം നൽകിയിട്ടുള്ളത്, അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഏറ്റുവാങ്ങിയ ആളുകൾ. അങ്ങനെയുള്ളവരാണ് ഏറ്റവും വലിയ, ഏറ്റവും മഹത്തരമായ വിജയം കൈവരിച്ചവർ എന്നുകൂടിയാണ് അവിടെ തുടർന്ന് പറയുകയുണ്ടായത്. ഈ വിവരണം നൽകപ്പെട്ടതിന് ശേഷമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച 9 മുതൽ 12 വരെയുള്ള ആയത്തുകളിൽ ഇതേ സമയം നിഷേധികളായ ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന, അവരെ ഏറ്റുവാങ്ങുന്ന പരിണിതിയെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആ ഘട്ടത്തിൽ സത്യവിശ്വാസികൾ സ്വർഗീയ ആരാമങ്ങളിൽ കൂട്ടുകുടുംബാദികളോടൊപ്പം അവരുടെ പിതാക്കന്മാരും പൂർവികരും അതുപോലെ മക്കളുമൊക്കെ സുഹൃതത്തിൽ അവരോടൊപ്പം നിലക്കൊണ്ട, അല്ലെങ്കിൽ സാലിഹുകളായി കഴിഞ്ഞുപോയ ഈ മുൻപിൻ തലമുറകളിൽപ്പെട്ട ആളുകളോടൊപ്പം സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കാൻ സൗഭാഗ്യം ഉള്ളവരായി മാറിയ ആ ഘട്ടത്തിൽ നിഷേധികളായി നിലക്കൊണ്ട ആളുകളുടെ പരിണിതി, അവരെ ഏറ്റുവാങ്ങിയ ആഖിബത്ത് എന്താണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഇന്നല്ലദീന കഫറു, നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളുടെ തുടക്കം അങ്ങനെയാണ്. നിശ്ചയമായിട്ടും നിഷേധം സ്വീകരിച്ച ആളുകൾ, നിഷേധികളായി മാറിയവർ. ഇന്നല്ലദീന കഫറു യുനാദൗന ലമഖ്തുല്ലാഹി അക്ബറു മിൻ മഖ്തികും അൻഫുസകും. അവരോട് ഇങ്ങനെ വിളിച്ചു പറയപ്പെടുകയാണ്. നിഷേധികൾ ആ ഘട്ടത്തില് കേൾക്കാനിടയാവുന്നത് ഇങ്ങനെയൊരു വിളംബരമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിളിച്ചു പറയലാണ്. ഇന്നല്ലദീന കഫറു യുനാദൗന, അവര് ഇങ്ങനെ കേൾപ്പിക്കപ്പെടുകയാണ്. ഉച്ചത്തിലുള്ള ഈ വിളിച്ചു പറയൽ അവര് കേൾക്കുകയാണ്. അവരോട് വിളിച്ചു പറയുന്നത് ആരാണ് എന്നത് ഈ സന്ദർഭത്തിൽ നിന്ന് വ്യക്തമാണ്. മുകളില് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആരാണോ, അള്ളാഹുവിന്റെ അർശിനെ, അള്ളാഹുവിന്റെ ദിവ്യ സിംഹാസനത്തെ വഹിക്കുന്നവരും അതിന് ചുറ്റുമായുള്ളവരുമായ മലക്കുകളുടെ കാര്യമാണ്. മലക്കുകൾ ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് നേരത്തെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഒന്നുകിൽ ആ മലക്കുകൾ തന്നെ, അല്ലെങ്കിൽ അള്ളാഹു അതിന് ചുമതലപ്പെടുത്തിയ വേറെ മലക്കുകൾ നിഷേധികളോടായിട്ട് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്. പറയുന്ന കാര്യം ഇതാണ്, ലമഖ്തുല്ലാഹി. ആരാണ് പറയുന്നത് എന്നത് ഇവിടെ വാക്കുകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ സന്ദർഭത്തിൽ നിന്ന് അത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അത് മലക്കുകളാണ്. ഇന്നല്ലദീന കഫറു, നിഷേധികൾ നിശ്ചയമായിട്ടും യുനാദൗന, അവരോട് വിളിച്ചു പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. ലമഖ്തുല്ലാഹി അക്ബറു മിൻ മഖ്തികും അൻഫുസകും. നിഷേധികളുടെ ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിൽ അവര് നിലക്കൊള്ളുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അവരോട് പറയപ്പെടുന്നത്. പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട അവസ്ഥയിൽ സ്വർഗവും നരകവും യാഥാർത്ഥ്യമായിട്ട് അവരുടെ കൺമുന്നിൽ പുലർന്ന, അത് അനുഭവിച്ചു തുടങ്ങുന്ന ആ ഘട്ടത്തിൽ വല്ലാത്ത ഇച്ഛാഭംഗവും നിരാശയും അതുപോലെ നഷ്ടബോധവും ഒക്കെ പിടികൂടിയ അവസ്ഥയിലാണ് നിഷേധികൾ ഉണ്ടാവുക. അവര് വിരല് കടിച്ചു പോയ അവസ്ഥയിൽ വല്ലാത്ത അബദ്ധമായി പോയല്ലോ തങ്ങള് ചെയ്തത്, തങ്ങൾക്ക് സംഭവിച്ചത് വലിയ അമളിയായല്ലോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിരല് കടിച്ചു പോകുന്ന ആ ഒരു അത്യന്തം നിരാശയുടേതായ, നെടും ഖേദത്തിൻ്റെതായ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ്.
ആ സന്ദർഭത്തിലാണ് നിഷേധികളോടായിട്ട് ഇങ്ങനെ പറയപ്പെടുന്നത്. ലമഖ്തുല്ലാഹി അക്ബറു മിൻ മഖ്തികും അൻഫുസകും. അള്ളാഹുവിന്റെ വെറുപ്പ്, അള്ളാഹുവിന്റെ ഈ സന്ദർഭത്തിലുള്ള ക്രോധം അല്ലെങ്കിൽ വെറുപ്പ്, ലമഖ്തുല്ലാഹി അക്ബറു മിൻ മഖ്തികും അൻഫുസകും, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അനുഭവപ്പെടുന്ന ഈ വെറുപ്പിനേക്കാളൊക്കെ കഠിനമായിരുന്നു എന്നാണ് നിഷേധികളോടായിട്ട് പറയപ്പെടുന്നത്. ഒരു പ്രത്യേക സന്ദർഭത്തില് നിങ്ങളെടുത്ത ഒരു നിലപാട് കാരണമായി, നിങ്ങളുടെ ഒരു പ്രതികരണത്തിന്റെ ഫലമായി നിങ്ങളുടെ ആ നിലപാടിനോട് അള്ളാഹുവിന് തോന്നിയ ഒരു വെറുപ്പുണ്ട്, ഒരു മഖ്ത്, അള്ളാഹുവിന്റെ മഖ്ത്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അനുഭവപ്പെടുന്ന തോന്നുന്ന വെറുപ്പുണ്ടല്ലോ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പുച്ഛം അനുഭവപ്പെടുന്നു, നിങ്ങൾ വലിയ അബദ്ധമായി ചെയ്തത് എന്നത് തോന്നുന്നു, വലിയ അമളി പറ്റിപ്പോയി എന്ന ഇച്ഛാഭംഗവും അങ്ങേയറ്റത്തെ നിരാശയും ഒക്കെ നിങ്ങളെ പിടികൂടിയിരിക്കുകയാണല്ലോ. എന്നാൽ ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ തോന്നുന്ന ഈ വെറുപ്പിനേക്കാളൊക്കെ കൂടിയ അളവിലുള്ള വെറുപ്പായിരുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ഒരു തീരുമാനം, ആ ഒരു നിലപാട്, ആ ഒരു ആറ്റിറ്റ്യൂഡ് പ്രകടമാക്കിയപ്പോ അള്ളാഹുവിന് അനുഭവപ്പെടുകയുണ്ടായത് എന്നാണ് ഇവിടെ പറയുന്നത്. ഏത് സന്ദർഭത്തിലാണ് ഇവരോട് അള്ളാഹുവിന് അത്രയുമേറെ മഖ്ത്, അത്രയുമേറെ വെറുപ്പ് അനുഭവപ്പെട്ടത് എന്നത് തുടർന്ന് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഇന്നല്ലദീന കഫറു യുനാദൗന ലമഖ്തുല്ലാഹി അക്ബറു മിൻ മഖ്തികും അൻഫുസകും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇപ്പോ ഈ സന്ദർഭത്തിൽ അനുഭവപ്പെടുന്ന വെറുപ്പിനേക്കാൾ ഏറെ വെറുപ്പ് അള്ളാഹുവിന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ. എപ്പോഴാണ്? ഇത് തുദഊന ഇലൽ ഈമാൻ, സത്യവിശ്വാസ മാർഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടപ്പോ ഫതക്ഫുറൂൻ, നിങ്ങൾ നിഷേധികളായി മാറിയ ആ ഒരു സന്ദർഭം ഉണ്ടായിരുന്നല്ലോ. ആ ഘട്ടത്തില് നിങ്ങളോട് അള്ളാഹുവിന് അനുഭവപ്പെട്ടത് ആ മഖ്താണ്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പുച്ഛം, വെറുപ്പ്, നിങ്ങളുടെ നിലപാടിലും തീരുമാനത്തിലും ഒക്കെ വല്ലാത്ത അമളി പറ്റിപ്പോയി എന്ന വിധത്തിലുള്ള ഒരു നിലപാട്, ഒരു തോന്നല് നിങ്ങൾക്കുണ്ടല്ലോ. ഇതിനേക്കാൾ ഏറെയായിരുന്നു അള്ളാഹുവിന് അനുഭവപ്പെട്ട മഖ്ത് എന്നാണ് അള്ളാഹുവിടെ അവരെ അറിയിക്കുന്നത്. ലമഖ്തുല്ലാഹി അക്ബറു മിൻ മഖ്തികും അൻഫുസകും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. നിങ്ങൾ സത്യമാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ച ആ ജീവിത സരണിയിലൂടെ മുന്നോട്ട് നീങ്ങുന്നത് സംബന്ധമായി ഒക്കെ നിങ്ങൾ വിളിക്കപ്പെട്ട, നിങ്ങൾ ക്ഷണിക്കപ്പെട്ട ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ നിങ്ങൾ തീരുമാനിച്ചത് ഫതക്ഫുറൂൻ, ആ മാർഗത്തിൽ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനല്ല, മറിച്ച് അതിനെ മൂടി വെക്കാനാണ്, ആ സത്യം മറയിടാനാണ്, ആ സത്യത്തെ നിഷേധിക്കാനാണ് നിങ്ങൾ ഒരുമ്പെട്ടത്. തക്ഫുറൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യത്തെ നിഷേധിക്കുന്നു, കളവാക്കുന്നു എന്ന അർത്ഥം പോലെ തന്നെ നിങ്ങൾ കണ്ണിറയെ, മനസ്സ് നിറയെ ബോധ്യപ്പെട്ട സത്യത്തെ നിങ്ങൾ മൂടിയിടുകയായിരുന്നു, അതിന് മറയിടുകയായിരുന്നു, നിങ്ങൾ അതിനെ ഒഴിച്ചു മൂടുകയായിരുന്നു. ഇതാണ് ആ പദം നൽകുന്ന ഒരു തലത്തിലുള്ള അർത്ഥം. അപ്പൊ നിങ്ങൾ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോ, ഈമാനുള്ളവരായി മാറാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ നിങ്ങൾ നിഷേധികളായി മാറിയ ഒരു സന്ദർഭം ഉണ്ടല്ലോ. ആ ഒരു സന്ദർഭം അള്ളാഹുവിന് നിങ്ങളോട് വളരെയേറെ വെറുപ്പ് തോന്നിയ ഒരു സന്ദർഭമായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വലിയ വെറുപ്പ് അനുഭവപ്പെടുന്നുണ്ടല്ലോ. നിങ്ങളുടെ നിലപാട് വലിയ അബദ്ധമായി പോയി, അമളിയായി പോയി എന്നൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് വിരല് കടിച്ചു പോകുന്ന, നിങ്ങളോട് തന്നെ വല്ലാത്ത നിന്ദ അനുഭവപ്പെടുന്ന ഒരു സമയമാണല്ലോ നിങ്ങൾക്ക്. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന് വലിയ മതിപ്പില്ലായ്കയും വെറുപ്പും ഒക്കെ അനുഭവപ്പെട്ട ഒരു കാലം നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു.
അത് ഇതാണ്. ഇത് തുദഊന ഇലൽ ഈമാൻ, വിശ്വാസ മാർഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടു. അതിനോടുള്ള പ്രതികരണമായിട്ട് നിങ്ങൾ നിഷേധം കാണിക്കുകയും ചെയ്തു. ഫതക്ഫുറൂൻ, നിങ്ങൾ നിഷേധികളായി മാറുകയുണ്ടായി. ഇതാണ് ആ സന്ദർഭത്തിൽ അവരോടായിട്ട് പറയപ്പെടുന്നത്. ഈ വിളിച്ചു പറയുന്നത് അള്ളാഹുവിന്റെ മലക്കുകൾ ആവാനാണ് സാധ്യത എന്നത് ഈ വിവരണത്തിന്റെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനെ തുടർന്ന് ഈ സത്യനിഷേധികൾ അള്ളാഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. ഖാലു, അവര് വല്ലാതെ കേണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അറ്റത്തോളം അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റെന്റോളം അവരുടെ വീഴ്ചകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഖേദമുള്ളവരായി എത്തുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഹന്തയുടെയും ധിക്കാരത്തിന്റെയും ഒക്കെ ആ ഒരു മനോഘടനയിൽ നിന്ന് വല്ലാതെ താഴേക്ക് വീണു പോകുന്ന ഒരവസ്ഥയാണ്. അവര് പറയുന്നത് ഇങ്ങനെയാണ്. റബ്ബന അമത്തൻ അസ്നത്തൈനി വ അഹ്യൈതൻ അസ്നത്തൈൻ, പടച്ച തമ്പുരാനെ, നീ ഞങ്ങളെ 2 വട്ടം മരിപ്പിച്ചു, 2 വട്ടം ജീവിപ്പിച്ചു. ഫഅ്തറഫ്നാ ബിദുനൂബിന, ഞങ്ങളിപ്പോ ഞങ്ങളുടെ പിഴവുകള്, തെറ്റുകള്, കുറ്റങ്ങള് തിരിച്ചറിയുന്നു, അതില് നെടുങ്കേദം കാണിക്കുന്നു. ഞങ്ങൾ ആ കുറ്റം ഏറ്റുപറയുകയാണ്. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന കാര്യം ഞങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കുന്നു. ഫഅ്തറഫ്നാ ബിദുനൂബിന, ഫഅ്തറഫ്ന എന്ന് പറഞ്ഞ് ഞങ്ങൾ കൺഫസ് ചെയ്തു, ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് ആ വാക്കിന്റെ കൃത്യമായ സൂചന. ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ പിഴവുകളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കി ഞങ്ങളിപ്പോ അതില് കുറ്റം സമ്മതിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഫഅ്തറഫ്ന ബിദുനൂബിന, ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളൊക്കെ ഞങ്ങൾ ഇതാ ഏറ്റുപറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നത് ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, ഇനി പുറത്തു കടക്കാൻ വല്ല വഴിയുമുണ്ടോ? ഇതാണ് അവർ അന്വേഷിക്കുന്നത്. തങ്ങൾക്ക് തെറ്റു പറ്റിപ്പോയി, പിഴവ് സംഭവിച്ചു പോയി എന്ന കാര്യം ഏറ്റുപറഞ്ഞ് തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ നരകാവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ വല്ല വഴിയും ഇനി ഞങ്ങളുടെ മുന്നിലുണ്ടോ എന്നാണ് അവര് അള്ളാഹുവിനോടായിട്ട് ചോദിക്കുന്നത്. ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, ഞങ്ങൾക്ക് പുറത്തു കടക്കാൻ വല്ല വഴിയുമുണ്ടോ? എന്തെങ്കിലും പ്രായശ്ചിത്തം കൊടുത്തിട്ടോ, കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ടോ, ഇനി മറ്റൊരവസരം തന്നാൽ ഞങ്ങൾ നല്ല ആളുകളായിട്ട് ജീവിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾക്ക് പുറത്തു കിടക്കാൻ പറ്റുമോ എന്നാണ് ഈ ആളുകൾ, കുറ്റവാളികളായ നിഷേധികളായ ആളുകൾ ആ ഘട്ടത്തിൽ അള്ളാഹുവിനോടായിട്ട് ചോദിക്കുന്നത്. ഇവിടെ അവർ കേണ് പറയുന്ന ആ വാചകങ്ങളുടെ കൂട്ടത്തിൽ ഒരു വാചകം ഇങ്ങനെയാണല്ലോ, നമ്മൾ കണ്ടു. റബ്ബന അമത്തൻ അസ്നത്തൈനി വ അഹ്യൈതൻ അസ്നത്തൈൻ, ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളെ 2 വട്ടം മരിപ്പിച്ചു, 2 വട്ടം ജീവിപ്പിച്ചു. ഇവിടെ എന്താണ് ഈ 2 വട്ടം മരിപ്പിച്ചു, 2 വട്ടം ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്നത് വിശുദ്ധ ഖുർആന്റെ തന്നെ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് മനസ്സിലാക്കാൻ. സൂറത്തുൽ ബഖറയില് നമ്മള് നേരത്തെ വിശദമായി പഠിച്ചിട്ടുള്ള ഒരായത്തില് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്. കൈഫ തക്ഫുറൂന ബില്ലാഹി, നിങ്ങൾ എങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാകും. വകുൻതും അംവാതൻ, നിങ്ങൾ ജീവനില്ലാത്തവരായിരുന്നു, മയ്യത്തായിരുന്നു. ഫാഹിയാക്കും, ആ അവസ്ഥയിൽ നിങ്ങളെ ജീവനുള്ളവരാക്കി മാറ്റിയത് അവനാണ്. സുമ്മയുമീതുക്കും, പിന്നെ വീണ്ടും നിങ്ങളെ അവൻ മരിപ്പിക്കുന്നു. സുമ്മയുഹീക്കും, പിന്നെ വീണ്ടും നിങ്ങളെ അവൻ ജീവനുള്ളവരാക്കുന്നു. സുമ്മയിലൈഹി തുർജഊൻ, തുടർന്ന് അവന്റെ അടുക്കലേക്ക് തന്നെയാണല്ലോ നിങ്ങളുടെ മടക്കം എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പോ മനുഷ്യൻ ജീവനുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയെയാണ്
ആദ്യത്തെ മരണാവസ്ഥ എന്ന നിലക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. പിന്നീട് അവരെ ജീവനുള്ള ആളുകളായി സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു നിശ്ചയിച്ച ഒരു കാലയളവ് ഭൂമുഖത്ത് അവർ ജീവിക്കുന്നു. അതിനെ തുടർന്ന് അവർ മരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ മരണം. ആദ്യത്തെ മരണം എന്നത് അവര് സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെയുള്ള ആ മൃതാവസ്ഥയാണ്. അവര് ശൂന്യതയിൽ നിന്നുണ്ടായവരല്ല. ചില സബ്സ്റ്റൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അവരെ സൃഷ്ടിച്ചതാണ്. അങ്ങനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ അവര് ഡെഡ് എന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ജീവനില്ലാത്ത അവസ്ഥ. ജീവനില്ലാത്ത അവസ്ഥക്കാണ് ഈ മയ്യിത്ത് എന്ന് പറയുന്നത്. പിന്നീട് അവര് ഒരു നിർണിതമായ കാലം ജീവിച്ചതിന് ശേഷം മരണമടയുന്നു. അതാണ് രണ്ടാമത്തെ മരണമായിട്ട് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. പിന്നീട് അള്ളാഹുവിന്റെ മുന്നിൽ പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതിക ലോകത്ത് ഭൂമുഖത്ത് ഒരു ജീവിതകാലം, അതിനുശേഷം മരണത്തിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്, ജീവിപ്പിക്കപ്പെടുന്ന രണ്ടാമത്തെ സന്ദർഭം. അപ്പൊ തുടക്കം ജീവനില്ലാത്ത അവസ്ഥയിൽ, പിന്നെ ജീവനുള്ള അവസ്ഥയിൽ കുറച്ചു കാലം കഴിഞ്ഞു, വീണ്ടും മൃതാവസ്ഥയിലേക്ക് പോയി. അപ്പൊ രണ്ട് മൃത്യുവായി. പിന്നെ വീണ്ടും അള്ളാഹുവിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ പുനർജീവിപ്പിക്കപ്പെടുന്ന സംഗതി. അപ്പോ 2 തവണ ജീവനുള്ള അവസ്ഥയുമായി. ഈ കാര്യം അവര് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടായി പറയുകയാണ്, റബ്ബന അമത്തന സ്നത്തൈനി വാഹിയൈതന സ്നത്തൈനി. പടച്ച തമ്പുരാനെ, നീ 2 തവണ ഞങ്ങളെ ജീവനില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകാൻ കാരണമൊരുക്കി, അല്ലെങ്കിൽ സാഹചര്യമൊരുക്കി. 2 തവണ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഈ കാര്യം എന്തിനാണ് ഇവിടെ പറയുന്നത് എന്നതും ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണ്. അവരിപ്പോ എല്ലാം ഏറ്റുപറഞ്ഞ് കുറ്റസമ്മതം നടത്തുകയാണല്ലോ. അങ്ങനെ ഏറ്റുപറഞ്ഞ് കുറ്റസമ്മതം നടത്തുന്നതിന്റെ അടിസ്ഥാനമാവുന്ന ഒരു ബോധ്യം, ഏതൊരു കാര്യമാണോ ഭൗതിക ലോകത്ത് പ്രവാചകന്മാർ മനുഷ്യരോടായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ കാര്യം അനുഭവത്തിലൂടെ തങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് സമ്മതിക്കുകയാണ് ഇവിടെ. മരണാനന്തരം പാരത്രിക ലോകത്ത് പുനരുജ്ജീവിപ്പിക്കപ്പെടും, അതിനുശേഷം തങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് വിചാരണ ചെയ്യപ്പെടും, നരകസ്വർഗങ്ങൾ ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങള് പ്രവാചകന്മാരും മുഖേന പഠിപ്പിക്കപ്പെട്ടപ്പോ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ നിന്ന ആളുകളാണ്. അവരിപ്പോ പറയുന്നത് 2 തവണ നീ ഞങ്ങളെ മരിപ്പിച്ചു, 2 തവണ നീ ഞങ്ങളെ ജീവിപ്പിച്ചു, ഞങ്ങൾക്കെല്ലാം ബോധ്യമായി എന്നാണ്. ഇനി അവർക്ക് ബോധ്യമുണ്ടാവാത്ത വിഷയമൊന്നുമില്ല. കാരണം അത് അവർ അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് ഫഅ്തറഫ്ന ബിദുനൂബിന, ഞങ്ങൾക്ക് പറ്റിയ അമളി, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, ഇതൊക്കെയും ഞങ്ങൾ ഏറ്റുപറയുകയാണ്, ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഈ നരകയാതനയിൽ ചെന്ന് പെട്ടിട്ടുള്ളത്. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ നരകാവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ വല്ല വഴിയുമുണ്ടോ എന്നതാണ്. ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, ഖുറൂജിലേക്ക്, എക്സിറ്റിലേക്ക് ഇവിടുന്ന് വല്ല സബീലും, വല്ല വഴിയുമുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. പുറത്തേക്കുള്ള വഴിയിലേക്കൊന്ന് എത്താൻ എങ്ങനെ സാധിക്കും എന്നതാണ് അവര് ചോദിക്കുന്ന കാര്യം. അപ്പൊ ഇത് അവരുടെ ഈ കുറ്റവാളികളായ, നിഷേധികളായ ആളുകൾ ആ ഘട്ടത്തിൽ അവരുടെ അങ്ങേയറ്റത്തെ ഖേദവും സങ്കടവും ഇച്ഛാഭംഗവും നഷ്ടബോധവും ഒക്കെ അനുഭവിക്കുന്ന അവസ്ഥയിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിനോട് ഉള്ള പ്രതികരണമായിട്ട് അവരോട് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, ദാലിക്കും ബി അന്നഹു, നിങ്ങൾ ഈ അവസ്ഥയിൽ എത്തിയതിന്റെ കാരണം ഇതാണ്. ദാലിക്കും, നിങ്ങളുടെ ഈ അവസ്ഥയുണ്ടല്ലോ, അത് ബി അന്നഹു, അതിനുള്ള കാരണം ഇതാണ്. ഇദാ ദുഇ അല്ലാഹു, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വിളിക്കപ്പെട്ടുവോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ
ഏകന് വഹദഹു, ഏകനായ അള്ളാഹുവിനെ വിളിക്കപ്പെട്ടപ്പോ സമൂഹത്തിൽ ചിലര് ഏകനായ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആ ഏകനായ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തപ്പോ കഫർത്തും, നിങ്ങൾ നിഷേധികളാവുകയായിരുന്നു. അതിനെ നിഷേധിക്കുകയും നന്ദികേട് കാണിക്കുകയും ചെയ്യുകയായിരുന്നു. നിങ്ങൾ അതിലൊരു ഒട്ടും തൃപ്തിയോ സന്തോഷമോ കാണിക്കുകയുണ്ടായില്ല. ഏകനായ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ദൈവിക പ്രവാചകന്മാരും അവരുടെ പിന്മുറക്കാരും നിങ്ങളോട് സംസാരിച്ചപ്പോ, നിങ്ങളെ ആ മാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോ, ആ ഏകനായ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണമെന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ അതിന് കൂട്ടാക്കാതെ നിഷേധികളും നന്ദി കെട്ടവരുമായി മാറുകയായിരുന്നു. എന്നാൽ ഈ യുഷ്റഖ് ബിഹി, ഏകനായ അള്ളാഹുവിൽ ആരെയെങ്കിലും പങ്കാളികളാക്കിക്കൊണ്ടുള്ള വല്ല പരിപാടിയും നടന്നാലോ, അള്ളാഹുവിനോടൊപ്പം വേറെ ചില ആളുകളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവരെ കൂടി പങ്കാളികളാക്കി ആണ് വല്ല പരിപാടിയും നടക്കുന്നതെങ്കിൽ അത് പ്രാർത്ഥനയാവാം, ആളുകളുടെ ഒത്തുകൂടലാവാം, ഉത്സവമാവാം, വല്ല മതപരമായ ചടങ്ങുമാകാം. അങ്ങനെ വല്ലതും നടന്നാൽ അള്ളാഹുവിൽ ചിലരെ പങ്കാളികളാക്കുന്ന വിധത്തിലുള്ള വല്ല സംഗതിയും ഉണ്ടായാൽ ഈ യുഷ്റഖ് ബിഹി, അവനിൽ പങ്കാളികളെ ചേർക്കുന്ന വല്ല ഏർപ്പാടും ഉണ്ടായാൽ തുഅ്മിനു, നിങ്ങൾ വലിയ ആവേശത്തിൽ അതിൽ വിശ്വാസമുള്ളവരായി അതിന്റെ പുറകെ പോവുകയായിരുന്നു. ഇതായിരുന്നു നിങ്ങളുടെ നിലപാട്. ഏകനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയോ അവനോട് തേടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഉണ്ടായതെങ്കിൽ നിങ്ങൾ നിഷേധികളായിട്ട് അതിനോട് പുറംതിരിഞ്ഞു നിന്നു. എന്നാൽ അള്ളാഹുവിനോടൊപ്പം ആരെയെങ്കിലും പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് നടക്കുന്നതുണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ അതിൽ വലിയ ആവേശം കാണിച്ച് വിശ്വാസമുള്ളവരായിക്കൊണ്ട് അതിന്റെ പുറകെ പോയി. ഇതായിരുന്നു നിങ്ങളുടെ നിലപാടും നടപടിയും ഒക്കെ. അതുകൊണ്ട് ഇന്ന് ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് അവരൊന്നുമല്ല. നിങ്ങൾ അള്ളാഹുവിനോടൊക്കെ ഒപ്പം ആരെയൊക്കെ ആക്കിയോ അവരൊന്നും ഇന്ന് ഒരു അധികാരവും സ്വാധീനവും കഴിവും കരുത്തും ഉള്ളവരല്ല. മറിച്ച് ഇന്ന് വിധി തീർപ്പ് അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതിനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണുള്ളത്. അൽ അലി അൽ കബീർ, അത്യുന്നതനും ഏറ്റവും മഹത്തരമായ ഔന്നത്യം അല്ലെങ്കിൽ പദവിയുള്ളവനുമായ അള്ളാഹുവിനുള്ളതാണ് ഹുക്മു എന്ന് പറയുന്നത്. ഇന്ന് ഇക്കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് ഇവിടുന്ന് പുറത്തു കിടക്കാൻ വല്ല വഴിയുണ്ടോ എന്നാണല്ലോ. ആരാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കുക? അള്ളാഹുവിനെ, ഏകനായ റബ്ബിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വല്ല സംഗതി ഉണ്ടായാൽ നിങ്ങൾ നിഷേധികളായി നന്ദി കെട്ടവരായി മാറുകയായിരുന്നു. എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിധത്തിൽ വല്ല കാര്യവും ഉണ്ടായാൽ നിങ്ങൾ അതിൽ വിശ്വാസമുള്ളവരായിട്ട് അതിന്റെ പുറകെ പോകുന്നവരുമായിരുന്നു. ഇനി ഇന്ന് നിങ്ങളുടെ ഈ ചോദ്യം ഉണ്ടല്ലോ, ഫഹൽ ഇല ഖുറൂജിൻ മിൻ സബീൽ എന്ന ചോദ്യം, ഈ ചോദ്യത്തില് ഈ വിഷയത്തിൽ ആര് തീരുമാനമെടുക്കും? നിങ്ങളുടെ ശരീക്കുകളെ ആരെയെങ്കിലും കാണൂ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ? ഇതാണ് ചോദ്യം. അപ്പോ ഇന്ന് ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ, കബീറും അലിയുമായ അള്ളാഹുവിനാണ് ഇന്ന് വിധി തീർപ്പ് നൽകാനുള്ള അധികാരമുള്ളത്. വേറെ ആർക്കുമില്ല. ആരെയൊക്കെ എത്ര തന്നെ മിഥ്യാ ദൈവങ്ങളെ നിങ്ങൾ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവരുടെയൊക്കെ വലിയ സഹായം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെട്ടിരുന്നെങ്കിലും ഇന്നിപ്പോ നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ള ഒരു നിമിഷമാണല്ലോ. ഇന്ന് നിങ്ങൾക്ക് അവരുടെ സഹായം കിട്ടാൻ പോകുന്നുണ്ടോ? ഫൽഹുക്കുമുലില്ല, ഇന്ന് വിധി തീർപ്പിനുള്ള അധികാരമുള്ളത് അള്ളാഹുവിനാകുന്നു. അൽ അലിയുൽ കബീർ, അൽ അലിയുൽ കബീർ, അത്യുന്നതനും ഏറ്റവും മഹാനുമായ അല്ലെങ്കിൽ ഏറ്റവും വലിയവനുമായ അള്ളാഹുവിനാണ് ഇന്ന് തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരമുള്ളത് എന്നാണ് അള്ളാഹു അവരെ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ പങ്കാളികളൊന്നും, നിങ്ങളുടെ ശരീക്കുകളൊന്നും രംഗത്തുണ്ടാവില്ല.
അവരാരും നിങ്ങളുടെ വിളി കേൾക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് സഹായത്തിനായിട്ട് എത്തുകയില്ല. നരകത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി കാണിച്ചു തരാൻ അവരാരും രംഗത്തുണ്ടാവില്ല. നിങ്ങളുടെ ഈ തേട്ടത്തിന്, ഈ ചോദ്യത്തിന് ആര് മറുപടി നൽകും ഇന്ന്? അതിന് അധികാരമുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഫൽഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ. അൽ അലിയുൽ കബീറായ അള്ളാഹുവിനാണ് ഇന്ന് കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരമുള്ളത് എന്നാണ് അവരോടായിട്ട് പറയപ്പെടുന്നത്. അവർക്ക് അള്ളാഹുവിന്റെ തീർപ്പ് കൽപ്പിക്കുന്ന നടപടിയിൽ വല്ല പ്രതീക്ഷയും ഉണ്ട് എന്നൊന്നും ഇവിടെ സൂചനയില്ല. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഗാഫിറിലെ 10 മുതൽ 12 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുകയുണ്ടായിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.